തൃശൂരിൽ നവജാത ശിശുവിനെ ക്വാറിയിൽ ഉപേക്ഷിച്ചു. മാസം തികയാതെ ജനിച്ച കുഞ്ഞിനെയാണ് ക്വാറിയിൽ ഉപേക്ഷിച്ചത്. 8 മാസം ഗർഭിണിയായപ്പോൾ ഗർഭചിത്രത്തിനുള്ള ഗുളിക കഴിക്കുകയായിരുന്നു. 3-ാം ദിവസം യുവതി പ്രസവിച്ചു. പിന്നാലെ കുട്ടിയെ ബാഗിലാക്കി കൊണ്ടുപോയി ഉപേക്ഷിക്കുകയായിരുന്നു. ഇവരുമായി സനു കെ സജീവ് ചിരിയാണ്. സാനു, എപ്പോഴായിരുന്നു ഈ കുട്ടിയെ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയത്? പോലീസിന്റെ അന്വേഷണവും ഈ തരത്തിലാണ്. KP 2 ആഴ്ച മുൻപാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. അതായത് വീട്ടുകാർ അറിയാതെ ഗർഭിണിയാവുന്നു. ഒപ്പം തന്നെ ഈ ഗർഭം അതായത് അലസുന്നതിന് വേണ്ടിയിട്ടുള്ള ഗുളിക കഴിക്കുകയും 3-ാമത്തെ ദിവസം സ്വപ്ന എന്ന് പറയുന്ന 37-കാരിയായിട്ടുള്ള യുവതി വീട്ടിലെ ശുചിമുറിയിൽ ഒരു കുഞ്ഞിന് ജന്മം നൽകുകയുമായിരുന്നു. തുടർന്ന് ഈ കുട്ടീനെ ബാഗിലാക്കി ക്വാറിയിൽ കൊണ്ട് ഉപേക്ഷിച്ചു എന്നാണ് കേസുള്ളത്. അതായത് ഇതുമായി ബന്ധപ്പെട്ട് ഈ യുവതിയുടെ പ്രസവവുമായി ബന്ധപ്പെട്ട് യുവതി തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടുകയും തുടർന്ന് ഡോക്ടർമാർ വിവരം എന്താണ് സംഭവം എന്നതിനെ കുറിച്ച് ആരാഞ്ഞപ്പോഴാണ് ഈ ഞെട്ടിക്കുന്ന വിവരം പുറത്തേക്ക് വന്നത്. തുടർന്ന് ആശുപത്രി അധികൃതർ പോലീസിൽ വിവരം അറിയിക്കുകയും തുടർന്നാണ് ഈ പോലീസ് ഈ സംഭവത്തിൽ കേസെടുത്തിട്ടുള്ളത്. ആറ്റൂർ സ്വദേശിനിയായിട്ടുള്ള സ്വപ്നയ്ക്കെതിരെ ചെറുതുരുത്തി പോലീസാണ് കേസെടുത്തിട്ടുള്ളത്. നിലവിൽ ഫോറൻസിക് അധികൃതരടക്കം ഉദ്യോഗസ്ഥരടക്കം വീട്ടിലെത്തി പരിശോധനയൊക്കെ നടത്തി കഴിഞ്ഞിട്ടുണ്ട്. നിലവിൽ യുവതി തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സ തുടരുകയാണ്. ഇത്തരത്തിൽ അതായത് വീട്ടുകാരറിയാതെ ഗർഭിണിയായതിനെ തുടർന്നാണ് താൻ ഈ കൃത്യം നിർവഹിക്കേണ്ടി വന്നാൽ ഈ കൃത്യം ചെയ്യേണ്ടി വന്നതെന്ന് പോലീസിനോട് ഇതിനോടകം തന്നെ യുവതി മൊഴി നൽകിയിട്ടുണ്ടെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. നിലവിൽ കുട്ടീനെ കൊലപ്പെടുത്തിയതടക്കമുള്ള വകുപ്പുകൾ ചേർത്ത് പോലീസ് കേസെടുത്തിട്ടുണ്ട്. മറ്റ് നടപടികളൊക്കെ ആരംഭിച്ചുവെന്നാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ ഇത് ഏത് തരത്തിലാണ്, എവിടുന്നാണ് ഗുളിക വാങ്ങിയത്, ഏത് മെഡിക്കൽ ഷോപ്പിൽ നിന്നാണോ അല്ലെങ്കിൽ ഇതിന് മറ്റേതെങ്കിലും തരത്തിലുള്ള നിർദ്ദേശങ്ങൾ മറ്റെവിടുന്നെങ്കിലും ഏതെങ്കിലും കോണുകളിൽ നിന്ന് ലഭിച്ചോ എന്ന അടക്കമുള്ള കാര്യങ്ങളിൽ പോലീസിന്റെ അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ വീട്ടിലെത്തി ഫോറൻസിക് സംഘത്തിന്റെ പരിശോധനയും നിലവിൽ ഇതിനോടകം തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ട്. KP ശരി, തൃശ്ശൂരിൽ നിന്നും സാനു കെ സജീവാണ് വിശദാംശങ്ങൾ നൽകിയത്.